വേറെ വേസ്റ്റ്. എല്ലാം ഒരു സൈക്കോ കഥാപാത്രങ്ങളാണ്. അത് കണ്ടിറങ്ങുമ്പോൾ നമ്മളും സൈക്കോ ആവും. ആരെയൊക്കെ കൊല്ലാണ്, അത് മാത്രം തന്നെ മനസ്സിലായി. ആടുജീവിതത്തിൻ്റെ വേറൊരു പ്രേമത്തിൻ്റെ കഥ. സെറ്റ് പൈസ കൊടുത്താൽ മുതലാവും. സാധാരണ സിനിമയിൽ ഒന്നോ രണ്ടോ ടെസ്റ്റുകളാണ്, ഇത് ടെസ്റ്റ് അതിന് മേൽ ടെസ്റ്റ് അമ്മാതിരിയുള്ള സാധനം മപ്പ് സാധനം ഗൂസ്പം സീനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവൽ പഞ്ച് ഇന്റർവൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വേറെ വേസ്റ്റ്. അത് സൈക്കോ പടമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഒരു 5 പ്രാവശ്യം കണ്ട ചിലപ്പോൾ മനസ്സിലാവും. അല്ലമ്പ് പടാട്ടാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഭ്രാന്താവും അത് കണ്ടു കഴിഞ്ഞാൽ. അത് പറഞ്ഞ എല്ലാം ഒരു സൈക്കോ കഥാപാത്രങ്ങളാണ്. അത് കണ്ടിറങ്ങുമ്പോൾ നമ്മളും സൈക്കോ ആവും. കുറേയൊക്കെ ഒരു നാടകീയതയാണ്. പോരാ, മൊത്തത്തിൽ പ്രതീക്ഷ നിലവാരം പുലർത്തിയില്ല. അത്ര പോരാ. ഇല്ല, അത് പ്രതീക്ഷ പോലെ അല്ല. അതാ അത്രേ ഉള്ളൂ. ഇത് ജോസഫിനെ വിചാരിച്ചാൽ കെയർ ചെയ്ത്, പക്ഷേ അത്ര പോരാ. ക്ലൈമാക്സ് നല്ലതായിരിക്കും, എല്ലാവരും കാണണം. നല്ല അടിപൊളിയാ, സൂപ്പറാ, നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു. കൊള്ളാം. ആസിഫ് അലി ഓക്കെയാണ്, അടിപൊളി. മറ്റേ ഈ പടത്തിൻ്റെ പൃഥ്വിരാജിൻ്റെ വേറൊരു പടം ഉണ്ടല്ല, ആടുജീവിതത്തിൻ്റെ വേറൊരു പ്രേമത്തിൻ്റെ കഥ. സെറ്റ് പൈസ കൊടുത്താൽ മുതലാവും. ഗുഡ്. ഒരു അടിപൊളി ലുക്ക് എന്ന് വെച്ചാൽ സെറ്റപ്പ് പോയിന് അടിപൊളി. അത് പ്രത്യേക ഒരു സ്റ്റൈലായിരുന്നു. അത്ര പോരായിരുന്നു. നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കായിരുന്നു. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല, വേറെ ഒന്നുമില്ല. ഗെറ്റപ്പ് ഉണ്ട്, പക്ഷെ കഥയില്ല. കഥ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കായിരുന്നു. സ്റ്റോറി വലിയ ഇതൊന്നുമില്ല, എപ്പോഴും കാണുന്ന പോലത്തെ ടൈപ്പ് കഥ തന്നെയായിരുന്നു. കണ്ടിരിക്കുക, അത്ര തന്നെ. ഓവറോൾ ഒരു ആവറേജ് പടം എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ വലുതായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ആക്ടിങ് വൈസ് ആസിഫ് അലി പൊളിച്ച്, അമല പോൾ, ഷറഫുദ്ദീൻ ഓക്കെയാണ്. പടം കൊള്ളാം, കണ്ടോണ്ടിരിക്കുക, അത്ര തന്നെ. മനസ്സിലായത് സത്യം പറഞ്ഞ പടം എന്തിനാണെന്ന്. ആരെയൊക്കെ കൊല്ലാണ്, അത് മാത്രം തന്നെ മനസ്സിലായി. അഭിനയം കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്തിനാണെന്ന്. ആര് അഭിനയിച്ച അല്ല വില്ലാരാണെന്നല്ലേ അറിഞ്ഞൂടെ, വില്ലനെ നട അറിഞ്ഞൂടെ. ബ്രോ കുഴപ്പമില്ല ബ്രോ. ബ്രോട്ടം കാണാനൊക്കെ നല്ല പടമാണ്. ആസിഫ് അലി കൊള്ളാം, അഭിനയം കൊള്ളാം. എടുത്തുറേ സസ്പെൻസ് കുറച്ചുണ്ട്, അത്ര തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ കാണാം, കൊള്ളാം. പടം കൊള്ളാം. ട്രെയിലർ കണ്ടപ്പോൾ സ്ലോ പേസ് പടം തോന്നി. അതുപോലെ തന്നെ നല്ല രസമുണ്ട്, കുഴപ്പമില്ല. സൈക്കോ ത്രില്ലറാണ്. എനിക്ക് അതുപോലത്തെ പടങ്ങൾ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞൂടെ. ആസിഫ് അടിപൊളി, ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ആസിഫിൽ മാത്രമല്ല, എല്ലാവരും കൊള്ളാം. പ്രത്യേകിച്ച് അമല പോൾ അടിപൊളിയായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞതിന് ഒരു ടൈം പാസിങ് ഫിലിമാണ്. വേറെന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ കഥയെന്ന് പറയുന്നത് അത്ര ഒരു ത്രില്ലിങ് അല്ല, പക്ഷേ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് പടം. അതാണ് മപ്പ് സാധനം എന്ന് വെച്ചാൽ കിണ്ണ ഒന്നും പറയല്ല. പാറ്റേണൊക്കെ അജ്ജാവ് സാധനം, 100% പക്കാ സാധനം. എന്ന് വെച്ചാൽ ചെറിയ സ്റ്റോറിയൊക്കെ ഒരു ഗൂസ്ബം സീനായിരുന്നു, ഭയങ്കര സീന്. കാരണം ആൾ കുറവാണ്. കാരണം ഫസ്റ്റ് ആ റെസ്പോൺസ് അനുസരിച്ചിട്ട് കിട്ടില്ല സാധനം എന്ന് വെച്ചാൽ. ആസിഫ് അലി, അമല പോളിൻ്റെ ആ ട്വിസ്റ്റ് ഓവർ സീനുണ്ട്, ലാസ്റ്റൊക്കെ ട്വിസ്റ്റ് ഓവർ സീനൊക്കെ കിഡിലും ഒറ്റ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇച്ചിരി സ്ലോ പേസുള്ള പടമാണ്, ചിലപ്പോൾ ഫാമിലിക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാധനം മപ്പ് സാധനം ഗൂസ്ബം സീനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് അമല പോളിൻ്റെ ക്യാരക്ടർ, ആസിഫ് അലിയുടെ ക്യാരക്ടർ, ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ, ഷറഫുദ്ദീൻ ആസിഫ് അലി നമ്മൾ ഇപ്പം കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുമെന്ന് പറയല്ലോ. ഇപ്പം മറ്റവന് പറഞ്ഞൂടെ അവന് പറഞ്ഞൂടെ എന്ത് ചെയ്യണമെന്നല്ലോ ഒരു ഒപ്പീനിയൻ ഇല്ലാതെ വരുമ്പോൾ ലാസ്റ്റ് കണ്ടിട്ട് അങ്ങ് ഒരു രക്ഷയില്ല, പക്കാ സിനിമ. ഇല്ല, കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അത്രേ ഉള്ളൂ. ഓക്കെയാണ്, കണ്ടിരിക്കാം. കുറച്ച് സൈലൻ്റ് ആയിട്ട് കുറച്ച് ഒരു സ്ലോ പേസിൽ പോകുന്ന പടമാണ്. ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഉള്ള ഒരു ഡാർക്ക് മോഡിലുള്ള പടമാണ്. കുറച്ചൊരു സൈക്കോ ത്രില്ലർ പോലത്തെ പടമാണ്. ഏകദേശം ഒരു അവാർഡ് ഫിലിമിൻ്റെ അതുപോലെ ഇരിക്കും. 3 ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് പോകുന്ന ഒരു കഥയാണ്. ആസിഫ് അലി ഒരു ഉഗ്രൻ റോളാണ്. പുള്ളിയുടെ അഭിനയ മികവ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്ന ഒരു ടൈപ്പ് റോളാണെന്ന് പറയാം. പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് പുള്ളിയുടെ ഒരു അഭിനയ മികവ് ഏറ്റവും കൂടുതൽ പുറത്ത് കൊണ്ടുവന്ന ഒരു റോളാണെന്ന് പറയാം. അവാർഡ് അത് അറിഞ്ഞൂടാ, കിട്ടുമായിരിക്കും ചിലപ്പം. ആക്ടിങ് എന്തായാലും ടോപ്പായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, കൊള്ളാം. ആസിഫ് അലി നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാം. അഭിനയം തന്നെ ആസിഫ് അലി നല്ലതായിട്ട് നല്ല പടം വ്യത്യസ്തമാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മൂവിയാണ്, കൊള്ളാം, സംഭവം കൊള്ളാം. കുഴപ്പമില്ല. ഫസ്റ്റ് കുറച്ച് ലാഗ് തോന്നി, പക്ഷെ കുഴപ്പമില്ല, പടം ഇരിക്കും. ആസിഫ് അലി ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്, എനിക്കത് കൊള്ളാം. ഫ്ലിപ്പുണ്ട്, അങ്ങനെ ഞാൻ പറയാറായിട്ടില്ല. ഫ്ലിപ്പ് പടം കൊള്ളാം. മേക്കിംഗ് ഒക്കെ കൊള്ളാം, ഫ്രെയിമും കാര്യങ്ങളെല്ലാം കൊള്ളാം, നൈസാണ്. 3 ക്യാരക്ടറേ ഉള്ളൂ അതിനകത്ത് വരുന്നതായിട്ട് മെയിനായിട്ട്. ഓക്കെയാണ്, നല്ല സിനിമയാണ് കേട്ടോ. ലെവൽ ക്രോസ്, ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ 3 പേർക്കും നല്ല റോളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ സിനിമയുടെ കഥയും തിരക്കഥയാണ്. അത്ര നല്ല കഥയും തിരക്കഥയും. പിന്നെ ട്വിസ്റ്റ്, ഒരു സാധാരണ സിനിമയിൽ ഒന്നോ രണ്ടോ ടെസ്റ്റുകളാണ്, ഇത് ടെസ്റ്റ് അതിന് മേൽ ടെസ്റ്റ് അമ്മാതിരിയുള്ള വളരെ സൂപ്പറായിട്ടുള്ള സിനിമയാണ്. പ്രവചിക്കാൻ പറ്റാത്ത
ഒരു സിനിമയാണ്. നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കഥയാണ് സിനിമയ്ക്ക്. പിന്നെ നമ്മളൊരു ഭയങ്കര ബഹളമായിട്ടുള്ള സിനിമയൊന്നുമല്ല, പക്ഷേ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് കൊടുക്കുന്ന പൈസ ശരിക്കും മുതലാവുന്ന ഒരു സിനിമയാണ് ലെവൽ ക്രോസ്.